മൊസ്തരി ബാനു വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ രേഖകളിലെ ഒരു പ്രധാന നിയമ പോരാട്ടത്തിന്റെ തലക്കെട്ടാണിത്. മുർഷിദാബാദിലെ ഭഗവാൻ ഗോളയിലെ 44-കാരി മൊസ്തരി ബാനു ബംഗാളിലെ SIRനെതിരെ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ കഥ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കോടതിയിലെത്തുന്നതിനു മുൻപേ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയുടെ പടി കയറിയ മുർഷിദാബാദിലെ മൊസ്തരി ബാനു എന്ന വീട്ടമ്മയുടെ കഥ. പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരെ 2025 നവംബറിലാണ് മൊസ്തരി തന്റെ നിയമ പോരാട്ടം ആരംഭിക്കുന്നത്. 2026 ഫെബ്രുവരി 4-ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് കോടതിയിൽ ഹാജരായി SIRനെതിരെ വാദിച്ച് കയ്യടി നേടിയത് മൊസ്തരി വെട്ടിത്തെളിച്ച വഴിയിലൂടെ എളുപ്പത്തിൽ സഞ്ചരിച്ചാണ്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള ഫോമുകളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമാക്കിയ ഇലക്ഷൻ കമ്മീഷന്റെ വിവാദ ഉത്തരവിനെതിരെയാണ് ബാനു ആദ്യമായി ഹർജി നൽകിയത്. പിന്നീട് മൊസ്തരിയുടെ ഹർജി പരിഗണിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫോട്ടോ നിർബന്ധമല്ലെന്നറിയിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മലക്കം മറിഞ്ഞു. പിന്നീട് ഡിസംബറിൽ മൊസ്തരിയെ തേടി ഒരു നോട്ടീസ് എത്തി. മൊസ്തരിയുടെ പ്രായവും പിതാവിന്റെ പ്രായവും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടിയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസായിരുന്നു അത്. വോട്ടർ ഐഡിയിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മുർഷിദാബാദിലും മാൾഡയയിലുമാണ് കമ്മീഷൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് നൽകിയിരുന്നത്. സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള ഗൂഢതന്ത്രമാണിതെന്ന് തിരിച്ചറിഞ്ഞ മൊസ്തരി വീണ്ടും സുപ്രീം കോടതിയുടെ പടി കയറി. ഉപജീവനത്തിനായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന തൊഴിലാളികളെ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ച് നിരന്തരം തിരിച്ചു വിളിക്കുന്നത് ഒരുതരം മാനസിക പീഡനത്തിന് തുല്യമാണെന്ന് മൊസ്തരി ഹർജിയിൽ വാദിച്ചു. മൊസ്തരിയുടെ നിർണായക ഇടപെടലിലൂടെ ജനുവരി 19-ന് സുപ്രീം കോടതി നിർണായക ഇളവുകൾ പ്രഖ്യാപിച്ചു. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് സ്കൂൾ രേഖകൾ ഉപയോഗിക്കാമെന്നും സ്ഥലത്തില്ലാത്തവർക്ക് പ്രതിനിധികൾ വഴി രേഖകൾ ഹാജരാക്കാമെന്നും കോടതി ഉത്തരവിട്ടു. ഫെബ്രുവരി 9-ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാളിലെ SIR വിഷയത്തിൽ നേരിട്ട് ഹാജരാകുന്നതോടെയാണ് കേസ് ദേശീയ ശ്രദ്ധ നേടിയത്. എന്നാൽ ഇതിനെല്ലാം വഴിവെട്ടിയത് മാസങ്ങൾക്ക് മുൻപ് മൊസ്തരി നടത്തിയ നിശബ്ദമെങ്കിലും ശക്തമായ നീക്കങ്ങളായിരുന്നു. 1-ാം നമ്പർ കോടതി മുറിയിൽ വാദിച്ച മുഖ്യമന്ത്രി മമതയ്ക്ക് കൈയടിക്കുന്ന മാധ്യമങ്ങൾ മൊസ്തരി ബാനുവിന്റെ ഇടപെടലിനെ എവിടെയും അടയാളപ്പെടുത്താതിരിക്കാൻ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നുണ്ട്. ബംഗാളിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷങ്ങളെയും പിന്നോക്കക്കാരെയും വെട്ടിനിരത്തുകയാണ് കമ്മീഷൻ. 2002-ലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നവരെയും പട്ടികയിൽ നിന്നും പുറത്താക്കിയതായാണ് റിപ്പോർട്ട്. മൊസ്തരി ബാനുവിന്റെ പേരും കരട് പട്ടികയിൽ ഇന്നില്ല. CPM പിന്തുണയോടെ മൊസ്തരി നടത്തിയ ഈ നിയമ പോരാട്ടം ഇന്ന് ബംഗാളിലെ ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വോട്ടവകാശം സംരക്ഷിക്കാനുള്ള വലിയ സമരമായി മാറിയിരിക്കുകയാണ്.